Hello all and welcome to IELTS preparation by Sort Edu. This is Alvin and in this session we will discuss how to write a body paragraph 2, the second body paragraph of a problem solution essay. നമ്മൾ കഴിഞ്ഞ സെഷൻസിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രോബ്ലം സൊല്യൂഷൻ എസ്സേനെ കുറിച്ചായിരുന്നു. നമ്മളൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ എടുത്തു, അപ്പോൾ അതിന് ഇൻട്രൊഡക്ഷൻ എഴുതി, ബോഡി പാരഗ്രാഫ് ഫസ്റ്റ് എഴുതി. നമ്മൾ ഇനി ഈ ഒരു സെഷനിൽ ഇതിന്റെ സെക്കൻഡ് ബോഡി പാരഗ്രാഫ് എങ്ങനെ എഴുതാമെന്നാണ് ഡിസ്കസ് ചെയ്യുക. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ ഒന്നോടെ സ്ക്രീൻ കാണാം. One problem faced by almost every large city is traffic congestion. അപ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ദെൻ ടൈലൈൻ ശ്രദ്ധിക്കുക. വാട്ട് ഡു യു തിങ്ക് ദി കോസസ് ആർ ആൻഡ് വാട്ട് സൊല്യൂഷൻസ് ക്യാൻ യു സജസ്റ്റ്? നമ്മൾ ബോഡി പാരഗ്രാഫ് 1 ഓൾറെഡി എന്ത് ചെയ്തു, ഇതിന്റെ കോസ്, ഒരു പർട്ടിക്കുലർ കോസ് നമ്മൾ എടുത്തു. അതായത് കൂടുതൽ ആൾക്കാർ അവരുടെ സ്വന്തം വെഹിക്കിൾ ഓൺ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം, അതാണ് നമ്മൾ എന്ത് ചെയ്തത് ബോഡി പാരഗ്രാഫ് 1 ഒരു പ്രോബ്ലം ആയിട്ട് എടുത്തത്. അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻസ് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു. ഈ ഒരു പാരഗ്രാഫിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ അതിന്റെ ഒരു സൊല്യൂഷൻ എന്ത് കൊടുക്കാം എന്നുള്ളൊരു പർട്ടിക്കുലർ സൊല്യൂഷൻ എടുത്തിട്ട് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ ചെയ്യുക. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സെഷൻസിൽ പറഞ്ഞ പോലെ ഇവിടെ ഉപയോഗിക്കുന്ന ഐഡിയ എന്ന് പറയുന്നത് പാർക്ക് ആൻഡ് റൈഡ് സ്കീംസ്, അതാണ് നമ്മളൊരു സൊല്യൂഷൻ ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക് സെന്റൻസ് നമുക്ക് നോക്കാം. സ്ക്രീനിൽ കാണാം. എ സൊല്യൂഷൻ ദാറ്റ് ഈസ് പ്രൂവിങ് സക്സസ്ഫുൾ ഇൻ മെനി ഏരിയാസ് ഈസ് പാർക്ക് ആൻഡ് റൈഡ് സ്കീംസ്. അപ്പോൾ നമ്മൾ ടോപ്പിക് സെന്റൻസ് പറഞ്ഞു വെച്ചു. അപ്പോൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, വരും സെന്റൻസുകളിൽ നമ്മൾ കൊടുക്കുന്നു. പാർക്ക് ആൻഡ് റൈഡ് സ്കീംസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് നമ്മുടെ പ്രൊവൈഡേഴ്സ് ഏതെങ്കിലും ഒരു പബ്ലിക് ഏരിയ, അവിടെ ഒരു വലിയ പാർക്കിംഗ് സ്പേസ് ആയിരിക്കാം, അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് അത് നിയർ ബൈ ഏതെങ്കിലും ഒരു ഏരിയ ഇങ്ങനെ നമ്മൾ ഗവൺമെന്റ് തന്നെ സെറ്റപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ കാർ റൈഡ് ചെയ്ത് ഈ ഒരു ഇങ്ങനത്തെ ഏരിയാസിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തതിനു ശേഷം അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ബസ്സസ് വളരെ കോമൺ ആയിട്ടുള്ള എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ഇടയ്ക്ക് ബസ്സുകൾ ഉള്ള ഒരു രീതിയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് ബസ് എടുത്ത് നമ്മുടെ ലൊക്കേഷനിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു. ഇതാണ് ബേസിക്കലി ഒരു പാർക്ക് ആൻഡ് റൈഡ് സ്കീം. ഇത് ബേസിക്കലി ഒരു ഗവൺമെന്റ് ആണ് സെറ്റപ്പ് ചെയ്യേണ്ടത്. അതുപോലെ പബ്ലിക് അവരുടെ ഒരു എന്താ പറയുക സപ്പോർട്ടും വേണം. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ ഉള്ള ഫെസിലിറ്റീസ് യൂസ് ചെയ്തിട്ട് മാക്സിമം നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾസ് ഒക്കെ പാർക്ക് ചെയ്ത് ബസ്സസ് ഒക്കെ യൂസ് ചെയ്യാനുള്ള ഒരു ശ്രമവും പബ്ലിക്കിന്റെ ഭാഗത്തുനിന്ന് വേണം. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു സ്കീം. ഇതിന്റെ ഒരു ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫ് എഴുതാം. നമുക്ക് നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദാറ്റ് ഈസ് ദി എക്സ്പ്ലനേഷൻ. സ്ക്രീനിൽ കാണാം. ദിസ് ഈസ് വെയർ യു പാർക്ക് യുവർ കാർ ഫോർ ഫ്രീ in a large car park on the outskirts of the city and take a bus for the final part of your journey. The fee you have to pay for the bus trip is usually very small, and this public transport system is generally very regular, running every 10 minutes or so. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മുടെ കാറ് വീട്ടിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് ഏതെങ്കിലും ഒരു പാർക്കിംഗ് സ്പേസ്, വലിയൊരു പാർക്കിംഗ് സ്പേസിലേക്ക് കൊണ്ടിടുന്നു. അവിടുന്ന് ബസ് എടുത്ത് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു. അപ്പോൾ അത് ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്യുന്നു ഇങ്ങനൊരു സിസ്റ്റം. അതുപോലെ ഈ ഒരു ഇങ്ങനത്തെ പാർക്കിംഗ് ലൊക്കേഷൻസിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ഒരു 5 or 10 മിനിറ്റ്സിന് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ബസ്സസ് എല്ലാ ഡെസ്റ്റിനേഷൻസിലേക്കും ഉള്ള ഒരു ബസ്സസ് ഉള്ള ഒരു സിസ്റ്റം അവിടെ ഡെവലപ്പ് ആകും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ആൾക്കാർ ഈ ഒരു രീതിയിലേക്ക് പോകുന്നത് വഴി നമ്മുടെ ട്രാഫിക് കൺജക്ഷൻ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ദെൻ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ സർവേ carried out in the city of Exeter showed that the rush hour congestion decreased by 10% when the council set up a park and ride scheme to the north of the city. There was an additional drop of another 10% in traffic volume when a second scheme began operating to the south. അപ്പോൾ ഇവിടെ എന്താണ് അവർ സംസാരിക്കുന്നത്, എക്സിറ്റർ എന്ന് പറയുന്ന ഒരു സിറ്റി, ആ സിറ്റിയിൽ ഈ ഒരു പാർക്ക് ആൻഡ് റൈഡ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി അവിടുത്തെ ഒരു റഷ് അവർ ട്രാഫിക് എന്ത് ചെയ്യാൻ പറ്റി, ഒരു 10% വഴി 10%ഓളം കുറയ്ക്കാൻ പറ്റി എന്നാണ് പറയുന്നത്. അവിടുത്തെ കൗൺസിലാണ് സെറ്റപ്പ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇതുവഴി നമുക്ക് 10% കുറച്ചു. ദെൻ there was an additional drop of 10% in traffic volume when a second scheme began. അതായത് നോർത്തിലും സൗത്തിലും കൂടെ ഇത് ഓപ്പറേറ്റ് ചെയ്തപ്പോൾ, അതായത് 2 സ്ഥലങ്ങളിൽ ഇങ്ങനെ തന്നെ ഒരു സ്കീം കൊണ്ടുവന്നപ്പോഴത്തേക്കും വീണ്ടും ഒരു അഡീഷണൽ 10% വഴി അത്രയും തന്നെ എന്ത് ചെയ്തു, വീണ്ടും ഡ്രോപ്പ് ചെയ്തു ട്രാഫിക് കൺജഷൻ. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആണെന്നാണ് പറയുന്നത് ഈ ഒരു എക്സാമ്പിൾ വഴി. അപ്പോൾ നമ്മുടെ ടോപ്പിക് സെൻസിനെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു, അതിൻ്റെ ഒരു എക്സാമ്പിളും കൊടുത്തു. നെക്സ്റ്റ് നമുക്കൊരു ഔട്ട്ലൈൻ സ്റ്റേറ്റ്മെന്റ് കൂടെ കൊടുത്ത് സെക്കൻഡ് ബോഡി പാരഗ്രാഫ് നമുക്ക് ക്ലോസ് ചെയ്യാം. സ്ക്രീനിൽ കാണാം. A short summary. Therefore, in order to eradicate traffic congestion, the administration as well as the multitude of any country should be aware of having a balance of vehicles. ഇപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, in order to eradicate ട്രാഫിക് കൺജഷൻ എന്ന് പറയുന്ന ഒരു പ്രോബ്ലത്തെ നമുക്ക് കുറയ്ക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, ദി അഡ്മിനിസ്ട്രേഷൻ അതായത് ഗവൺമെന്റ് ഫെസിലിറ്റീസ് ഒക്കെ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് കൂടുതൽ അവെയർ ആയിട്ട് കൂടുതൽ സ്കീംസ് ഒക്കെ കൊണ്ടുവരണമെന്നും, പിന്നെ ഒരു ബാലൻസ് ഓഫ് വെഹിക്കിൾസ്, അപ്പോൾ ഇങ്ങനത്തെ പല സ്കീംസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം എന്നുള്ളൊരു കേസാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വഴി എന്ത് ചെയ്യാൻ പറ്റും, ട്രാഫിക് കൺജഷൻ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ബേസിക്കലി ഇത്രയാണ് ഈ ഒരു ബോഡി പാരഗ്രാഫ് 2 ഡിസ്കസ് ചെയ്തത്. നമ്മളിവിടെ എന്ത് ചെയ്തു, ഒരു പാർക്ക് ആൻഡ് റൈഡ് സ്കീം എന്ന് പറയുന്ന ഒരു കാര്യം ഇതിന് നമ്മുടെ പ്രോബ്ലത്തിന്, അതായത് കൂടുതൽ ആൾക്കാർ അവരുടെ
സ്വന്തം വെഹിക്കിൾസ് ഓൺ ചെയ്യുന്നു എന്നുള്ളൊരു പ്രോബ്ലത്തിന്റെ ഒരു സൊല്യൂഷൻ എന്നുള്ള ഇതിൽ നമ്മൾ പറഞ്ഞു വെച്ചു. സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ്സും എക്സാമ്പിൾസും അവരുടെ ഔട്ട്ലൈനും കൊടുത്തു. ഇത്രയാണ് നമ്മൾ ഈ ഒരു ബോഡി പാരഗ്രാഫിൽ ചെയ്തത്. അപ്പോൾ ഇത്രയും വരുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം നമ്മുടെ പ്രോബ്ലം സൊല്യൂഷൻസ് കവർ ചെയ്തു. നെക്സ്റ്റ് സെഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ കൺക്ലൂഷൻ നോക്കാം. താങ്ക് യു.